ശ്രീനിവാസ് മതിലകം തുടങ്ങിയവർ കഥകളും കവിതകളും ചടങ്ങിൽ അവതരിപ്പിച്ചു. റമദാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്ക് പ്രത്യേക ഫാമിലി ഓഫർ പ്രഖ്യാപിച്ചു. 30 ദിർഹത്തിന് 4 പ്രവേശന ടിക്കറ്റുകളാണ് ലഭിക്കുക. ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തും. റമദാൻ സീസണിൽ വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. ഒരു ടിക്കറ്റിൻ്റെ വിലയ്ക്ക് 4 ടിക്കറ്റ് ലഭിക്കുമെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ അറിയിച്ചു. ഇതോടൊപ്പം 7.5 ദിർഹം മാത്രം നൽകിയാൽ അധിക ടിക്കറ്റ് ലഭിക്കും. ഗ്ലോബൽ വില്ലേജ് ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് നേരിട്ട് മാത്രമേ ഈ പരിമിതകാല ഓഫർ ലഭിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. റമദാൻ കാലത്ത് ഗ്ലോബൽ വില്ലേജിന് പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 1 മണി വരെ ഗ്ലോബൽ വില്ലേജ് തുറന്നിരിക്കും. വ്യാഴം മുതൽ ശനി വരെ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് പ്രവർത്തന സമയം. ഗ്ലോബൽ വില്ലേജിലെ പ്രധാന വേദിയിൽ റമദാൻ പ്രമേയമാക്കിയുള്ള തത്സമയ വിനോദ പരിപാടികളും അരങ്ങേറും. ജനം, ദുബായ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തങ്കവേലുവിൻ്റെ സ്മരണാർത്ഥം അത്യാധുനിക അലുമിനിറ്റി സെൻറ്റർ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ സ്ഥാപിക്കുന്നു. മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷനാണ് ക്യാമ്പസിൽ അലുമിനിറ്റി സെൻറ്റർ നിർമ്മിക്കുന്നത്. സർക്കാർ അനുവദിച്ച 30 സെൻറ്റ് സ്ഥലത്ത് 5 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് തങ്കവേലു അലുമിനിറ്റി ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്റർ വിഭാവന ചെയ്തിരിക്കുന്നത് എന്ന് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ രംഗത്തെ ചരിത്രം വിളിച്ചോതുന്ന ഡിജിറ്റൽ മെഡിക്കൽ ഹിസ്റ്ററി മ്യൂസിയം, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും പുതിയ കണ്ടെത്തലുകൾക്കായി ഗവേഷണ കേന്ദ്രം, ഇൻക്യുബേഷൻ സെൻറ്റർ എന്നിവ അലുമിനിറ്റി സെൻറ്ററിൻ്റെ പ്രത്യേകതകളാണ്. എഴുത്തുകാരൻ സാദിഖ് കാവിലിൻ്റെ മംഗളൂരു എന്ന നോവൽ പ്രകാശനം ചെയ്തു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ മകളും എഴുത്തുകാരിയുമായ സുമിത്ര ജയപ്രകാശ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി ശശീന്ദ്രന് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കോഴിക്കോട് മിഠായിത്തെരുവിലെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ശില്പത്തിന് സമീപമാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. അനുഭവങ്ങളുടെ പൊള്ളകളിൽ ഇല്ലാത്ത ആർക്കും ഒരു തെരുവിൻ്റെ കഥ എഴുതാൻ ആവില്ല എന്ന് ജയപ്രകാശ് പറഞ്ഞു. കവി മുരളി മംഗലത്ത് ചടങ്ങിൽ